ഹായ് കൂട്ടുകാരെ, ആദ്യം ഒരു വലിയ കയ്യടി നിങ്ങൾക്ക് വേണ്ടി. കാരണം നിങ്ങൾ 7 ദിവസം പൂർത്തിയാക്കി. ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവർ 2 തരത്തിലാണുള്ളത്. ഒന്നാമത്തെ വിഭാഗം എല്ലാ ദിവസവും ചലഞ്ച് ഫോളോ ചെയ്തവർ. രണ്ടാമത്തെ വിഭാഗം ഇടയ്ക്ക് മുടങ്ങിയവർ. 2 പേരോടും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: ഇപ്പോഴും വൈകിയിട്ടില്ല. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. പക്ഷേ ആ മാറ്റത്തിൻ്റെ അടിത്തറ പലപ്പോഴും ആദ്യ ആഴ്ചയിലാണ് പണിയപ്പെടുന്നത്. ഈ 7 ദിവസത്തിനുള്ളിൽ നീ പലതവണ മടിയെ തോൽപ്പിച്ചു, പലതവണ ഫോൺ മാറ്റിവെച്ചു, പലതവണ നാളെ എന്ന് പറയാതെ ഇന്ന് പഠിച്ചു. അത് ചെറിയ കാര്യമല്ല, അതാണ് ഒരു വിജയയുടെ തുടക്കം. ഇനി എന്ത്? ഒരു കാര്യം ഓർക്കണം: 7 ദിവസം പഠിച്ചതുകൊണ്ട് എക്സാം ക്ലിയർ ആവില്ല. അതുപോലെ 7 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞ് നിർത്തിയാൽ ഈ 7 ദിവസത്തെ പരിശ്രമവും പതിയെ നഷ്ടമാകും. യഥാർത്ഥ ചലഞ്ച് ഇപ്പോഴാണ് തുടങ്ങുന്നത്. കാരണം തുടക്കം കുറിക്കുന്നത് എളുപ്പമാണ്, തുടർന്നു പോകുന്നതാണ് യഥാർത്ഥ ശക്തി. ഈ ചലഞ്ചിൽ 1 ദിവസമോ 2 ദിവസമോ മുടങ്ങിയവരുണ്ടെങ്കിൽ ദയവായി ഒരു കാരണവശാലും ഈ ചിന്ത മനസ്സിൽ വരാൻ അനുവദിക്കരുത്. ഇല്ല, നീ ഒരു ദിവസം വീണാൽ അടുത്ത ദിവസം എഴുന്നേൽക്കൂ. അതാണ് വിജയികൾ ചെയ്യുന്നത്. വീഴാത്തവരല്ല വിജയികൾ, വീണിട്ടും വീണ്ടും മുന്നോട്ട് പോകുന്നവരാണ് വിജയികൾ. ഇന്ന് കണ്ണാടിയിൽ നോക്കി നീ തന്നെ ഒരു കാര്യം പറയൂ: ഞാൻ പാതി വഴിയിൽ നിർത്തുന്ന ആളല്ല. എൻ്റെ ലക്ഷ്യം കിട്ടുന്നത് വരെ ഞാൻ പഠിക്കും, ഞാൻ ശ്രമിക്കും, ഞാൻ മുന്നോട്ട് പോകും. 7 ദിവസം കഴിഞ്ഞു, ഇനി 14 ദിവസം മാത്രം. ഡേ 7 പൂർത്തിയാക്കിയ എല്ലാവരും കമൻറ്റ് ബോക്സിൽ എഴുതും: വീക്ക് 1 കംപ്ലീറ്റഡ്. നാളെ ഡേ 8-ൽ പുതിയ ഊർജത്തോടെ വീണ്ടും കാണാം. ഓർക്കൂ, വിജയം ഒരു ദിവസത്തെ അത്ഭുതമല്ല, എല്ലാ ദിവസവും ആവർത്തിക്കുന്ന നല്ല ശീലങ്ങളുടെ ഫലമാണ്. പഠിക്കൂ, വളരൂ, വിജയിക്കൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.